നമസ്കാരം. ഓണം വരവായി. ഓണം വരവേൽക്കാൻ മൈജിയും ഒരുങ്ങി. ഇന്ന് അതിൻ്റെ ലോഞ്ചായിരുന്നു. അതിൻ്റെ ഒരു പരസ്യം നമ്മളിന്ന് ഫോറമാളിൽ വെച്ച് തിയേറ്ററിൽ വെച്ച് പരസ്യം ലോഞ്ച് ചെയ്തു. വാ, ഒരു സിനിമ കാണുന്ന ഫീലായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ സിനിമ കാണുന്ന ഫീല് തന്നെ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്നത് സിനിമ കാണുന്ന ഫീലായിരുന്നു. മൃദുൽ നായർ സംവിധാനം ചെയ്ത ഒരു പരസ്യം. ജോമോൻ ടി ജോൺ, സംഗീതം മണികണ്ഠൻ അയ്യപ്പനുമാണ്. ജോമോൻ ടി ജോണിൻ്റെ ആ ക്യാമറകളും മൃദുലിൻ്റെ സംവിധാനത്തോടു കൂടി ഇത്തവണത്തെ ഓണം മാസാക്കാൻ മൈജി ഇറക്കിയ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്ന മഞ്ജു വാര്യരും ടോവിനോയും മറ്റ് കലാകാരന്മാരുമുണ്ട്. പക്ഷെ ആ പരസ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഫീല് തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കൂ. എന്താ ഓണം സ്പെഷ്യൽ? ഒരു സിനിമ കണ്ട ഒരു ഫീല് കിട്ടി. ഒരു പരസ്യം എടുക്കുമ്പോൾ അത് എത്ര വലിപ്പമാണ് ആ പരസ്യത്തിൽ നിന്നുള്ളതെന്ന് ഇവരുടെ സെയില് പോലെയാണ്. അത്രമാത്രം സെയില് കഴിഞ്ഞ ഓണത്തിൽ, കഴിഞ്ഞ സീസണിൽ 2500 കോടി രൂപയുടെ വിറ്റുവരവ് ഈ സാമ്പത്തിക വർഷത്തിലുണ്ടായി എന്നാണ് പറയുന്നത്. അത് ഇരട്ടിയാക്കാനാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. 7500 കോടിയിലധികം രൂപയുടെ വരുമാനമാണ് മൈജി ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ ഈ മൈജിയിലൊരു വിശ്വാസമാണ് ആളുകൾക്കല്ലേ. മൈജിയിലെ പ്രസ് മീറ്റിൽ കൃത്യമായി തന്നെ മൈജിയുടെ MD ഷാജിക്ക ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഷാജിക്ക കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഓഫറുകൾ, എന്തൊക്കെയാണ് പ്രൈസുകൾ, മെഗാ പ്രൈസ് എന്താണ്, ഈ കാര്യങ്ങൾ ഷാജി പറയുന്നുണ്ട്. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ, ഞങ്ങളെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ ഒരു ബ്രാൻഡും കൊടുക്കാത്ത അത്രയും വലിയ ഓഫറുകളാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതും ഞങ്ങൾ 45 ദിവസം കൊണ്ടാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് നറുക്കെടുപ്പ്. സെപ്റ്റംബർ 30th ആകുമ്പോഴേക്ക് ഞങ്ങളെ ഫുൾ നറുക്കെടുപ്പ് ഞങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് അടുത്ത 45 ദിവസത്തിനുള്ളിൽ ഇത് കസ്റ്റമറിലേക്ക് എത്തിരിക്കുക. കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ 20 ടൊയോട്ട ഗ്ലാൻസ കാറാണ്, 25 സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്, 50 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 1 ലക്ഷം രൂപ വെച്ചിട്ട് 100 പേർക്കാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. 43 ഇഞ്ച് TV 500 പേർക്ക്, വാഷിംഗ് മെഷീൻ 500 പേർക്ക്, റെഫ്രിജറേറ്റർ 500 പേർക്ക്, സ്മാർട്ട് ഫോൺ 250 പേർക്ക്, പാർട്ടി സ്പീക്കർ 500 പേർക്ക്, മിക്സി 1000 പേർക്ക്, 100% ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന 100% ക്യാഷ് ബാക്ക് ആയിട്ട് 200 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ 10,000 രൂപയുടെ ഡിസ്കൗണ്ട് ആയിട്ട് 250 പേർക്ക് കൊടുക്കുന്നുണ്ട്. 5,000 രൂപയുടെ ഡിസ്കൗണ്ട് ആയിട്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് 500 പേർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൈസുകളൊക്കെ മനസ്സിലായില്ലേ. നമ്മളൊരു ടോവിനോ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ ട്രെയിനിൽ കയറി വന്ന് സ്വന്തം കാറിൽ പോകുന്നത്. അവർക്കൊരു ഫോൺ മേടിച്ചപ്പോൾ ഒരു കൂപ്പൺ പൂരിപ്പിച്ചിട്ട് കിട്ടിയത് ഒരു കാറാണ്. ഇവിടെ രസകരമായിരുന്നു ഇന്ന് മൊത്തത്തിലുള്ള വാർത്താ സമ്മേളനം. എൻ്റെ ഒരു ചോദ്യത്തിന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം കൃത്യമായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, 5 വർഷക്കാലമായി 4 സീസണിലായിട്ട് 5 വർഷക്കാലമായിട്ട് മൈജിയുടെ ബ്രാൻഡ് അംബാസഡറായി മഞ്ജു വാര്യരുണ്ട്. നേരത്തെ ലാലേട്ടൻ ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷമുണ്ട് ടോവിനോ ഉണ്ട്. ഈ മഞ്ജുവുമായിട്ടുള്ള അത്തരം ഒരു ഭാഗ്യമാണോ, മഞ്ജു ഒരു ഭാഗ്യമുള്ള ഒരാളാണോ എന്ന് ഷാജിയോട് ഞാൻ ചോദിച്ചു. അതിന് കൃത്യമായി മറുപടി തന്നെയാണ് ഷാജിക്ക പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. മഞ്ജു വന്നതിന് ശേഷം ഞങ്ങൾ അപ്ലയൻസിലേക്ക് വന്നിട്ട്, ഹോം അപ്ലയൻസ് എന്ന ഇതിലേക്ക് വന്നിട്ട് 20 വർഷമായി മൈജി വന്നിട്ട്. 2006 നമ്മൾ തുടക്കം. അപ്ലയൻസിലേക്ക് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷം കൊണ്ട് ഞങ്ങൾ 1550 കോടിയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം മാത്രം അപ്ലയൻസിൽ മാത്രം നേടിയത്. ഈ മറുപടി കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ തന്നെ ടോവി ഒരു കൗണ്ടർ പറഞ്ഞു, കഴിഞ്ഞ തവണത്തെ വിറ്റുവരവിൽ എനിക്കും ഒരു ഷെയർ ഉണ്ട്. ടോവി പറയുന്നതെന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ വർഷത്തിന് എൻ്റെ കുറച്ച് ഐശ്വര്യം കൂടെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത്, അപ്പൊ അത്രത്തോളം മാറ്റങ്ങള് ഇവരും അതിന്റെ ഒരു ഭാഗമാണ്.
മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പറയാം. ഞാൻ കഴിഞ്ഞ വർഷം ടോവി വരുന്നതിന് മുമ്പ് ഞങ്ങൾ 3550 കോടിയായിരുന്നു, അതിൽ 5500 കോടി ടോവി വന്നതിന് ശേഷം 2000 കോടി ഐശ്വര്യം. മാറ്റങ്ങൾ തീർച്ചയായിട്ടും മൈജിക്കുണ്ടായി. അപ്പോൾ രണ്ടുപേരുടെയും കൂടിയാണ് അത്. ഷാജിക്ക് അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. എന്തായാലും മൈജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിശ്വാസതയാണല്ല, മൈജി തരുന്നത് നമുക്കൊരു വിശ്വാസമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി മധുരമാണ് മൈജി ഇത്തവണ കസ്റ്റമറിന് വേണ്ടി നൽകുന്നത് എന്നും ഷാജിക്ക പറയുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയും പണ്ടൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഷാജിക്ക പറഞ്ഞു, തൊഴിലാളികളെക്കുറിച്ച് പറഞ്ഞു, തൊഴിലാളികളല്ല എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ കൂടപ്പറപ്പുകളാണ് എന്നാണ്. അതാണ് തൊഴിലാളികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധമാണ് ഈ ബിസിനസ് ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം. ഒരു ചിരിച്ച മുഖമില്ലാതെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തൊഴിലാളികൾ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അവരുടെ മനസ്സിൽ, നമ്മൾ കാണുമ്പോൾ, നമുക്ക് അവരെ കാണുമ്പോഴും. ഇതെല്ലാം മൈജിയുടെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും മൈജി എന്ന ബ്രാൻഡ് ഒരു 250 സ്ക്വയർ ഫീറ്റിൽ നിന്നും വളർന്ന് കേരളത്തിൽ 140 ഷോറൂമുമായിട്ട് മുന്നേറുന്നു. ഇനി ഒരു പഞ്ചായത്തിലും ഷോപ്പ് ഉണ്ടാകാനില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. ആ ചോദ്യം ചോദിച്ചപ്പോൾ ചെറിയ പഞ്ചായത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ വിപണി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ ഷോപ്പ്. അങ്ങനെ മൈജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സീസണാണ് ഓണ സീസൺ. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രൈസ് കൂപ്പൺ പൂരിപ്പിച്ച് 45 ദിവസത്തിനുള്ളിൽ നമുക്കടിച്ച പ്രൈസ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. അത് മറ്റാർക്കുമില്ല. ഒരു സീസൺ മൊത്തം പോയാലാണ് പ്രൈസ് പിന്നെ കൊടുക്കുന്നത്. നമ്മളൊരു കൂപ്പൺ പൂരിപ്പിച്ച ഒരു വർഷത്തേക്ക് നീണ്ടിരിക്കുന്ന രീതിക്കാണ് പോകുന്നത്. പക്ഷേ ഇത് 45 ദിവസം കൊണ്ട് ഓണാഘോഷം തീരുമ്പോൾ 45ാമത്തെ ദിവസം നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടിയ പ്രൈസുകൾ ഇവർ നൽകുന്നു എന്ന പ്രത്യേകതയാണ് മൈജിക്കുള്ളത്. എന്തായാലും മൈജിയുടെ ഈ മാസോണം ഗംഭീരമാകട്ടെ. മൈജിയുടെ യാത്രയിൽ നമ്മളുമുണ്ടാകും, മൈജിയെ സ്നേഹിക്കുന്ന ആളുകളും കൂടെ ഉണ്ടാകും. ആ ഉറപ്പാണ് തരാൻ കഴിയുന്നത്. മൈജി ഓണം, മാസോണം സീസൺ 4.